അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഗരി. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ചങ്ങാത്തത്തെക്കുറിച്ച് മാത്രമാണ് പിണറായി വിജയൻ സംസാരിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയപരമായ വിമർശനങ്ങളാണ്. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പോലും വ്യക്തിപരമായി മുഖ്യമന്ത്രി തന്നെ ആക്ഷേപിച്ചു എന്ന് പറയില്ല. കാരണം രാഷ്ട്രീയ വിമർശനമാണ് നടത്തിയിട്ടുള്ളതെന്ന് പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ഇനിയും മുസ്ലിം ലീഗിന്റെ ചങ്ങാത്തത്തിലൂടെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ വേസ്റ്റ് കഴുകി ശുദ്ധിയാക്കേണ്ടതില്ല. ചില വേസ്റ്റുകൾ ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാകുന്നതുമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടത്തിലും ഓരോ ആശയങ്ങളാണ് അവർക്കുള്ളത്. ഒരിക്കൽ ഷിർക്കാകുന്നത്, മറ്റൊരിക്കൽ അവർക്ക് തൗഹീദാണ്. അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, കക്ഷി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചെയ്യലുമൊക്കെ ഷിർക്കാണെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കത് തൗഹീദായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം അവരുടെ തൗഹീദിൽ വന്ന വ്യതിയാനമാണ്. ആ വ്യതിയാനം അവർക്ക് സംഭവിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങളിൽ വ്യതിയാനമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. മുസ്ലിം ലീഗും മുസ്ലിം പൊതുജനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടെ വഞ്ചനയിൽ പെട്ടുപോകരുത്. അത് വലിയ അപകടമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ്. വഹാബി പ്രസ്ഥാനങ്ങൾ മുഴുക്കയും തീവ്രവാദ സംഘടനയാണ്. ഇസ്ലാം തീവ്രവാദത്തെ ഒരിക്കലും പിന്തുണക്കുന്നില്ല. മുനമ്പം വഖഫ് പോലത്തെ വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് തോന്നിയതുപോലെ പറയുന്നത് ശരിയല്ല. മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മത നേതാക്കളാണ് അത് ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയക്കാർ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കലാണ് ഉചിതമായിട്ടുള്ളത്. മാനവ സഞ്ചാരമെന്ന ഏവരാലും സ്തുതിക്കപ്പെട്ട മഹത്തായ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഗരി ഈ വിധത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. മാനവികത എന്നും നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതിന് സ്ഥിരമായ സംവിധാനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. സ്ഥിരമായ സംവിധാനങ്ങൾ ഒരുക്കാൻ കേരള ഗവൺമെന്റിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വേണ്ടതെല്ലാം SYSഉം ചെയ്യും. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും പേരിൽ കേരളത്തിൽ ഇനിയൊരു സംഘർഷം ഉണ്ടായിക്കൂടാ. അതിന് അറുതി വരുത്തേണ്ടതുണ്ട്. സമാധാനത്തോടെ, സന്തോഷത്തോടെ ഏതു മനുഷ്യനും, ഏതു മതക്കാരനും, ഏത് രാഷ്ട്രീയക്കാരനും നാട്ടിൽ ജീവിക്കാൻ കഴിയണം. ഓരോ മനുഷ്യനും ഭയമില്ലാതെ ജീവിക്കാൻ നാട്ടിൽ സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഗരി ഉസ്താദിന്റെ വാക്കുകളിലേക്ക്. പ്രധാനമായും മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കാനും അത് ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ് ഈ യാത്ര നടത്തിയത്. ജാതി മതങ്ങൾക്കിടയിൽ, വ്യത്യസ്ത സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും അനൈക്യവും ഇല്ലാതെ രാഷ്ട്രനന്മക്കായി എല്ലാവരും ഒന്നിച്ചു പോവുക എന്നൊരു സന്ദേശം, അതിന് നല്ലൊരു സ്വീകാര്യതയും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ക്രിയാത്മകമായ ഒരു സന്ദേശമാണ് ഇതിനോട് കാണിച്ചിട്ടുള്ളത്. മാനവിക സൗഹാർദ്ദം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഒരു സ്ഥിരം സംവിധാനം, കൂടിയിരിപ്പുകൾക്കുള്ള അവസരങ്ങൾ, ഡയലോഗ് സെൻ്ററുകൾ പോലുള്ളത് സ്ഥാപിക്കുക എന്നത് ഗവൺമെൻറ്റിനും ഞങ്ങൾ കൊടുത്ത നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. SYSഉം അത്തരം ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇത് സ്വത്ത് തർക്കമാണ്. സ്വത്ത് തർക്കം രേഖ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഗവൺമെൻറ് ഇപ്പോൾ അതിനായിട്ടൊരു ജുഡീഷ്യൽ കൗൺസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പരിശോധിക്കട്ടെ, അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഉചിതം. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തി അപ്പുറവും ഇപ്പുറവും സംസാരിച്ച് ഇതിനെ ഒരു വികാരമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ല. പൊതുചർച്ചകൾ അവസാനിപ്പിച്ച് അതിൻ്റെ ഒരു ക്രിയാത്മകമായ രീതിയിലേക്ക് നീങ്ങിയിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. ഇത് വഖഫ് ഭൂമിയാണോ എന്നതല്ല തർക്കം. ഈ വഖഫ് ഭൂമി വിൽപ്പന നടത്തിയിട്ടുള്ളത് ശരിയാണോ
ഇതിൽ വഖഫ് ഭൂമിയിൽ എങ്ങനെയാണ് ബാറുകളും റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ള അതാണ് വിഷയം. അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മനുഷ്യമറയാക്കി നിർത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ രേഖകൾ കയ്യിലുള്ളവർ അത് കോടതിയിൽ കക്ഷി ചേരുകയും അതവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണല്ലോ വേണ്ടത്. ഇതൊരു പൊതുചർച്ചയാക്കി കൊണ്ടുവരുന്നത് സ്പർദ്ധ ഉണ്ടാക്കി തീർക്കാനുള്ള അതിന് മാത്രമേ അത് കാര്യമാവുകയുള്ളൂ. അതിൽ നിന്ന് അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഞങ്ങൾ ലത്തീൻ സഭയുടെ ബിഷപ്പിനെ കണ്ടിരുന്നു. അതുപോലെ മറ്റെല്ലാ ജില്ലകളിലും വിവിധ സഭകളുടെ നേതാക്കന്മാരെ കണ്ടിരുന്നു. എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടരുത്, പാവപ്പെട്ടവർ ദ്രോഹിക്കപ്പെടരുത്. അവകാശങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ രമ്യമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും മതസംഘടനകൾ ഈ നാട്ടിലുള്ള പൗരന്മാരുടെ വേറിട്ട NGOസും മറ്റ് സംഘടനകളുമാണല്ലോ, അതിനാവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കുന്നത് ചെയ്തു കൊടുക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ ഏതെങ്കിലും ഒരു മതപ്രസ്ഥാനം നിൽക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമസ്ത 1926 മുസ്ലിം ലീഗ് 1948 വരുന്നതല്ലേ. അപ്പോൾ പിന്നെ ഒന്നിൻ്റെ കീഴിലെന്ന് പറയുന്ന കാര്യം വരില്ല. പിന്നെ പണ്ഡിത സഭ എന്ന നിലക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സ്പോൺസർ ചെയ്യുക എന്ന രീതിയും സമസ്തക്കില്ല. അപ്പം അങ്ങനൊരു ആവശ്യം ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് സാധ്യവുമല്ല. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ചില ആളുകൾ EK വിഭാഗം സമസ്തയുടെ സംഘടനയിലെ ചില സ്ഥാനങ്ങൾ കൂടെ വഹിക്കുന്നവരാണ്. അപ്പോൾ സമസ്തയുടെ കൂടെ ആളുകളാകുമ്പോൾ അവർ സമസ്തയുടെ നയത്തിനനുസരിച്ച് നിൽക്കേണ്ടതാണല്ലോ. ചില ഘട്ടങ്ങളിൽ അവർ രാഷ്ട്രീയ പാർട്ടിക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലക്ക് സമസ്തയുടെ പൊതുനയത്തിനെതിരായും നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് അവരുടെ പ്രത്യേകമായ സാഹചര്യമായിരിക്കാം. ഇത് രണ്ടും കൂടെ ചേരുന്നത് കൊണ്ടാണ് ചില താല്പര്യ സംഘടനകൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്യുക, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പാരലൽ സാമ്പത്തിക വ്യവസ്ഥിതിയെ ബൈത്തുൽ മാൽ പോലുള്ളതിനെ ഉദ്ഘാടനം ചെയ്യുക, അതുപോലെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ നോക്കാതെ അതിന് ആശംസകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് EK സമസ്തയാണെങ്കിലും അവർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിൻ്റെ മുൻതൂക്കം കൊടുക്കുന്ന ആളുകൾ രാഷ്ട്രീയ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുകയും മതകാര്യങ്ങൾ നോക്കുന്ന ആളുകൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയങ്ങളുമായി യാതൊരു നിലക്കുള്ള ബന്ധവും ഇല്ലാതെ മതകാര്യങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടാവുക. എന്നാൽ ആവശ്യമായ മേഖലയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും നന്നാവുക. സമസ്ത സ്ഥാപിച്ചിട്ടുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തെ സ്ഥിരമാക്കി നിർത്താനും അതിനെതിരെ വരുന്ന ആശയങ്ങൾ പ്രതിരോധിക്കാനും വേണ്ടിയാണ്. അതിന് നിലകൊള്ളാൻ സമസ്തക്ക് കഴിയാത്ത കാലത്തോളം പിന്നെ ആ പ്രസ്ഥാനം കൊണ്ട് കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും സമസ്ത അങ്ങനെ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല. അവരേതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ മാത്രം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിലൊരു സെക്യുലർ സ്വഭാവത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ നിലകൊള്ളേണ്ടത്. വിമർശനത്തിന് ആരും അതീതരല്ലല്ലോ. പിന്നെ ഈ പറയുന്നൊരു വിഷയം തന്നെ ഞാൻ അതിന് ശേഷം അത് കേട്ടു നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗിൻ്റെ ചങ്ങാത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു വിമർശനം നടത്തി എന്നതല്ലാതെ തങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? തങ്ങൾക്ക് തന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വാദിഖ് അലി തങ്ങളാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും കേരളത്തിലെ ആദരണീയരായ രാഷ്ട്രീയ നേതാക്കളാണ്. അവർ തമ്മിൽ കാണാത്ത ചില വിഷയങ്ങളെ പുറമേ നിന്ന് നാം ഊഹിച്ചുണ്ടാക്കി അങ്ങനെ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് അത്തരം ചർച്ചകൾക്ക് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം രാഷ്ട്രീയമാണ്. അത് മുസ്ലിങ്ങൾ പൊതുവെ അവഗണിച്ചൊരാശയവുമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സംഘടനകളിലൂടെയും വ്യക്തികളിലൂടെയും അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തും. അത് സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ അതിലാരെങ്കിലും വശംവദരായി പോകുന്നുണ്ടെങ്കിൽ
അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണല്ലോ. അവർ രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം വിഷയങ്ങൾ ഏറ്റെടുത്ത് പറയാനുള്ള ചില പ്രവണതകൾ ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. മുസ്ലിം ലീഗിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പം ഞാനതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അതൊക്കെ രാഷ്ട്രീയക്കാരാണ് അഭിപ്രായം പറയേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് വലിയ സേവനം ചെയ്യുന്നതോടൊപ്പം ദീനീ കാര്യങ്ങളിലും തൻ്റെ സേവനം നിലനിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടും ആവാം അത്. അപ്പം നമ്മളതിനെ വിമർശന സ്വഭാവത്തിൽ കാണേണ്ടതില്ല. അതേസമയത്ത് ഈ മതത്തിനും രാഷ്ട്രീയത്തിനും അതിൻ്റെ അതിരുകൾ വ്യത്യാസമുണ്ട്. മതത്തിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് സമസ്തയുടെ കൂടെ നിൽക്കുമ്പോൾ, സമസ്തക്ക് ചില നയങ്ങളുണ്ട്. അതിൽ നിന്ന് പുറത്തു പോകാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും സുന്നികളാണ്. അവർ സമസ്തകളെ അംഗീകരിക്കുന്നവരാണ്. അപ്പം അല്ലാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകളെ നോക്കിയിട്ട് അതിനുവേണ്ടി സമരസപ്പെട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ക്ഷീണമാണ് വരുത്തുക. അത് എൻ്റെ കാഴ്ചപ്പാടല്ല. ഖാളി ആരാവണം എന്നതൊക്കെ ദീനി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മതപരമായ അറിവ് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. മതപരമായ അറിവ് ആവശ്യമില്ല എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അങ്ങനൊരു തർക്കവും ഇവിടെ ഇല്ലല്ലോ. ചർച്ച ചെയ്യാനും വേണം അറിവ്. അപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അറിവില്ലാത്ത പൊതുസമൂഹത്തിലേക്ക് ഇത്തരം ചർച്ച കൊണ്ടുപോയതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായത്. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും തീരുമാനമെടുക്കേണ്ടതും എല്ലാം പാണ്ഡിത്യമുള്ളവർ തന്നെയാണ്. അത് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ മീഡിയകളിലോ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. പണ്ഡിത സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം മാത്രമാണത്. സുന്നികൾ ആശയപരമായി ഒരേ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവർ തന്നെയാണ്. നയപരമായ ചില വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവ നിലനിൽക്കുന്നതും ചിലപ്പോൾ മാറ്റിയിട്ട് ഏകീകരിച്ച് വരാവുന്നതും ആണ്. സുന്നികൾ തമ്മിൽ ഇപ്പോൾ സംഘർഷങ്ങളില്ല, പ്രശ്നങ്ങളില്ല. എല്ലാം വളരെ സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇരു സമസ്തയുടെയും പതാകകൾ ഒന്നിച്ചുയർത്തുന്ന രീതിയൊക്കെ കഴിഞ്ഞ റബീഉൽ അവ്വൽ നബിദിന കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബിദഈ ആശയക്കാർ അവരുടെ യഥാർത്ഥ മുഖം പ്രകടമാക്കാതെ വേറെ എന്തെങ്കിലും ലേബലിലൂടെ വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ അത് വിലപ്പോവുകയില്ല. അല്ല, നേരത്തെ ഒരു സംഘടനയായിരുന്നല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് ആത്യന്തികമായ ഒരു കാര്യം. പക്ഷേ അതില്ലെങ്കിലും വേറെയും സുന്നി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സമസ്തയിൽ നിന്ന് വേറിട്ട് പോയ വേറെ സംഘടനകളുണ്ട്. അതുപോലെ സമസ്ത തന്നെ ആദ്യകാലത്തുണ്ടാക്കിയ ചില സംഘടനകൾ ദക്ഷിണഭാഗത്തുണ്ട്. അപ്പോൾ ഒരേ ആശയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി കൂടുതൽ സംഘടനകൾ ഉണ്ടാകുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചുരുങ്ങിയ അളവിൽ അതാണ് വരേണ്ടത്. പരസ്പരം ഒരു സഹോദര സംഘടനകളെപ്പോലെ വേദികൾ പങ്കിടുകയും പരസ്പരം ആശയങ്ങൾ കൈമാറുകയും ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുകയും എല്ലാം ചെയ്യുന്നൊരു രീതി ഉണ്ടാവുക. മദ്രസ സിലബസ് ഇപ്പോൾ CBSEയും സ്റ്റേറ്റ് സിലബസും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ കണ്ടാൽ മതി. അതിന് ശക്തമായി ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരാൾ മധ്യത്തിലുണ്ടാകണമല്ലോ. അതിനാരും വരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ തടസ്സം. അല്ല, തടസ്സപ്പെടുത്തണമെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണ്ടേ. ശക്തരായ ഒരാൾ ഇനിഷ്യേറ്റീവുമായി വന്നിട്ടില്ല. നേരത്തെ കാസർഗോഡ് KS അബ്ദുള്ള, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അതുപോലെ പ്രബലരായ കേരളത്തിലെ പൗരപ്രമുഖരായ വ്യക്തികളാരെങ്കിലും അതിന് മുൻകൈയെടുത്ത് വരേണ്ടതാണ്. അപ്പോഴത് സാധ്യമാകും. അങ്ങനെ വരേണ്ടതില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ അതില്ലെന്ന് പറയാനും പറ്റില്ല. അല്ല, അങ്ങനെ ഒരു സംശയിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സംശയമുണ്ട്, ചില ആളുകൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ചിലർക്ക് ഈ സുന്നികൾ ഒന്നിച്ചു പോയാൽ ഞങ്ങൾക്ക് വല്ല നഷ്ടവും വരുമോ എന്നൊരു തോന്നലുണ്ടാകാം. യഥാർത്ഥത്തിൽ ആ തോന്നലിന് യാതൊരു അർത്ഥവുമില്ല. അതവർക്ക് ഗുണം ചെയ്യുകയേ ഉള്ളൂ. പ്രസ്ഥാനങ്ങൾക്കകത്തും സംഘടനകൾക്കുള്ളിലും നുഴഞ്ഞു കയറുക എന്ന് പറയുന്ന ഒരു സംവിധാനം പഴയ കാലം മുതൽക്കേ ഉള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടോ എന്നത് അത് കൃത്യമായി പരിശോധിച്ചാലേ പറയാൻ പറ്റുകയുള്ളൂ. എല്ലാവരും അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ സംഘടനയ്ക്കുള്ളിലുള്ള കാര്യം താങ്കൾ പറഞ്ഞ പോലെ അത് അവർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ പറയുന്ന കാര്യം അതവിടെ തന്നെ കേൾക്കുകയായിരിക്കും നന്നാവുക. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത്. കാരണം
അത് താങ്ങാനുള്ളൊരു ശേഷി ഈ കേരളീയ ജനതയ്ക്ക് ഇല്ല. അതിനോട് ആർക്കും താല്പര്യമില്ല. പുതുതലമുറ അത്തരം കാര്യങ്ങളിലൊന്നും തീരെ താല്പര്യം ഇല്ലാത്തവരാണ്. സംഘർഷങ്ങളിലേക്ക് യാതൊരു വശാലും പോകാൻ പാടില്ല. അതിനുള്ള സാഹചര്യങ്ങൾ എവിടെയുണ്ടെങ്കിലും അതൊഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.